ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഓണമൊക്കെ കഴിഞ്ഞല്ലേ, എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു. പക്ഷെ ഓരോ സ്ഥലത്തൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, ബാക്ക് ടു നോർമൽ ലൈഫ് എന്നുള്ള രീതിയിലായി. പക്ഷെ ഓണത്തിന് 2 ദിവസം ഉറങ്ങാത്തതുകൊണ്ട് ആ ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കരുതി. ഇന്നിപ്പോൾ ഹരിയേട്ടൻ്റെ വകയാട്ടോ കുക്കിങ്. അപ്പോൾ ഹരിയേട്ടൻ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചപ്പോൾ എന്തൊക്കെയാണ് ഹരിയേട്ടൻ്റെ തയ്യാറെടുപ്പ് എന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ ആൾ പോയിട്ട് ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ ഓണത്തിൻ്റെ ക്ഷീണം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഒരു ബിരിയാണിയിൽ തീർത്തായിരുന്നു. പക്ഷെ ഇന്ന് എന്തോ കൊതിയുണ്ട്. ഹലോ, ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണി, ബീഫ് കൊണ്ടുള്ള കപ്പ ബിരിയാണി. ഓക്കെ, ഇന്ന് ചുമ്മാ ഇരുന്ന് ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ണിൽ കൊണ്ടു. അപ്പോൾ അത് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ പിന്നെ അപ്പം തന്നെ പോയി വെറുതെ ഉച്ചയ്ക്ക് ഫോൺ നോക്കിയിരുന്ന ആൾ എൻ്റെ അടുത്ത് പറയുകയാണ്, എടി നമുക്ക് കപ്പ ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ സപ്പോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കെന്തോ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഹരിയേട്ട പറഞ്ഞു ഞാനെല്ലാം ചെയ്തോളാം, നീ വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓക്കെ അല്ലേ. പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാനിത് കപ്പ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാളെ വ്യാഴാഴ്ചയാണ്. നാളെ വ്യാഴാഴ്ച ആയതുകൊണ്ട് നോൺ വെജും കഴിക്കത്തില്ല. അപ്പോൾ അത് കാരണം ഇപ്പം തന്നെ നമുക്ക് ഡിന്നറിന് അത് പ്ലാൻ ചെയ്യാമെന്നുള്ള രീതിയിൽ അത്രേ മേടിച്ചുള്ളൂ, കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് കാണാം നമ്മളുടെ സ്റ്റൈൽ ഓഫ് കപ്പ ബിരിയാണി അല്ലേ. ആശിക്കുട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. എന്താണിത്? ഇതെന്താണ്? ബീഫാണ്, ബീഫാണ്. ഇത് മറ്റേ പാകിസ്ഥാനാണോ? ഇത് ബോൺലെസ് ആണോ? ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ബീഫൊക്കെ കഴുകിത്തരാം കേട്ടോ. പാകിസ്ഥാൻ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബീഫൊക്കെ ഒന്ന് കഴുകി കൊടുക്കാം. എവിടെയപ്പാ ബീഫ് കഴുകാനാ? ഓക്കെ, അപ്പം ഞാനും ആശിക്കൊണ്ടും കൂടെയും ബീഫ് കഴുകാൻ പോവാണേ. നമ്മൾ ആദ്യം കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പ ആദ്യം വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം കപ്പക്ക് നികക്ക വെള്ളം. ഓക്കെ, മതി. പിന്നെ നമുക്ക് നോക്കാമല്ലോ. ഉപ്പ്, മഞ്ഞപ്പൊടി ഇടണം. മതി. ആവശ്യത്തിന് ഉപ്പ്. കപ്പ വേവിക്കുമ്പോൾ കുക്കറിൽ വേവിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിഞ്ഞത്. എത്രയും ദിവസം കുക്കറിൽ ഒരു 2 വിസിലൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ കപ്പ കുക്കറിൽ വേവിക്കാൻ പാടില്ല. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ചില കപ്പകൾക്ക് വേവ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടല്ല അത്ര, അതിനെന്തോ കപ്പയുടെ ആ ഒരു ഇത് മാറുമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ മെത്തേഡാണ്. പലരും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് എന്ന് പറയാൻ പറ്റില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി മെത്തേഡ് ആർക്കും ഉണ്ടാക്കാം, എവർക്കും ഉണ്ടാക്കാം. അതെ, പിന്നെ ഇത് കണ്ടിട്ട് ഞാനും കട്ടി മുറിച്ച് പൊട്ടക്കറിയാണ് ആ കറിയാണെന്ന് പറയുന്നത്. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊഴുവയുടെ കറി ഷോർട്ട് വീഡിയോയിൽ ഇട്ടപ്പോൾ അത് പൊട്ടക്കറിയാണെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നത്. പൊട്ടക്കറി അല്ല, കാരണം നമ്മൾ ആ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. കഴിച്ചു നോക്കിയിട്ട് ഒരു വർഷം അല്ല, നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എന്താ പറയുക, എല്ലാ രീതിയിലും ചെയ്തിട്ട് വീഡിയോ ഇടണമല്ലോ. അതെ, ഒരു വർഷമായി അത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അതെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തത് എന്താണ്? ബീഫ്. അതിനുശേഷം നമ്മൾ സവാള ഇതിലേക്ക് ഇടാം. സവാള ഇട്ടു. then അടുത്തത് തക്കാളിയും പച്ചമുളകും. അതും കൂടെ ഒരു വലിയ തക്കാളിയും ഒരു പച്ചമുളകും. കുഞ്ഞോളം എടുത്തു. 2 സവാള. ഓക്കെ, ഫൈൻ, അതെടുത്തു. ഇനി നമ്മൾ മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ കപ്പയിലിട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് ടീസ്പൂണാണോ ടേബിൾ സ്പൂണാണോ നമുക്കറിയത്തില്ല. ഒരു സ്പൂൺ. കുറച്ച് മുളക് പൊടി കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, കാരണം കുഞ്ഞുണ്ട്. അപ്പോൾ അവനും കൂടെ ഓർത്ത് വേണം നമ്മൾ
മാത്രമല്ല ഈ മുളക് പൊടിക്ക് നല്ല എരിവാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ്. നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടു. ദെൻ മല്ലിപ്പൊടി ഏകദേശം ഒരാളുണ്ട്. അപ്പോൾ അതിൻ്റെ കുത്തൽ വരും. നമ്മളിപ്പോൾ എത്രയാണ് എടുത്തുള്ളത് അതിന് വെച്ച് കുറച്ച് ഇത്. അപ്പോൾ ഇത്ര മല്ലിപ്പൊടി ഇട്ടു. ഒരു പൊടിക്കും കൂടി ഇട്ടോ മല്ലിപ്പൊടി. ഓക്കെ, പൊടിയൊക്കെ ഇട്ടു. ചിലപ്പോൾ മല്ലിപ്പൊടിയുടെ ആ ഒരു കുത്തൽ വരും. ദെൻ ഇത് വന്നിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതും ഇത്ര ഇട്ടു. കുറച്ചും കൂടെ വേണമെങ്കിൽ ഇടാം. ഇനി ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് ശരിക്കും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ചിടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈസിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ചിക്കൻ മസാല അല്ല സോറി മീറ്റ് മസാല. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് മീറ്റ് മസാലയും കൂടെ ഇടണം. ഓക്കെ ഓക്കെ, ഇതിങ്ങിട്ട് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ. ഓക്കെ, വെളിച്ചെണ്ണ കൂടെ നമ്മൾ മതി മതി മതി. മതി മതി മതി, ഓവറാവണ്ട. ഇനി ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സിങ് പണ്ടേൻ്റെ മിക്സ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ എല്ലാം ഒഴിച്ചതിൻ്റെ ഒരു മണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം വെച്ചാലും നല്ലതാണ്. പക്ഷെ നമുക്കിപ്പോൾ സമയമില്ലാത്ത കാരണം അപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. അത് കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിലുള്ള വെള്ളം മതി. ഇനി നമുക്കിതൊരു 3 വിസിൽ മതി. 3 വിസിൽ നമുക്ക് വേവിക്കണം നോക്കണം. കാരണം ബീഫ് നമ്മൾ അധികം ഇട്ട് ഒരു 5, 6, 8 അങ്ങനെയൊക്കെ വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ ആ ഒരു സ്വാഭാവിക രുചി നഷ്ടപ്പെട്ടു. സോ നമ്മൾ ബീഫൊക്കെ വെക്കുമ്പോൾ ഒരു 3, 4 അങ്ങനെ ഇട്ട് അടിച്ചിട്ട് നമ്മൾ നോക്കാം വെന്തിട്ടുണ്ടോ. പിന്നെ ഇത് ബോൺലെസ് ആണ്, പെട്ടെന്ന് വെന്തോളും. അപ്പോൾ നമുക്കിനി ഇത് എന്താ പറയുക അടച്ചു വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമ്മൾ ബീഫ് അടുപ്പത്തായി. അപ്പുറം തന്നെ കപ്പ വെന്തുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയമായിട്ടോ. കപ്പ പെട്ടെന്ന് വേവും. ഒരു 5 മിനിറ്റ് നമ്മുടെ കപ്പ ചൂടുണ്ടാവും. നേരത്തെ വന്നൊന്ന് ഇളക്കിയായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ കപ്പ സെറ്റായിട്ടുണ്ട്. സെറ്റ് ഫോർ കപ്പ ബിരിയാണി. അതെ, ആയി വറക്കുന്നുണ്ട്. അടച്ചു വയ്ക്കാം. കപ്പ റെഡിയായി. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ബീഫുമായിട്ടോ കുറച്ച് ഗ്രേവി ഉണ്ട്. നമുക്ക് കപ്പ ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ആക്കാനുള്ളതാണ്. അപ്പോൾ ഗ്രേവി വറ്റുമോയെന്ന് അറിയാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റിയിട്ട് വറ്റിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് കപ്പ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉടയ്ക്കാനുള്ളതാട്ടോ. അതുകൊണ്ട് ഇത്ര ഗ്രേവി കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വെക്കുമ്പോൾ ഇത്ര വെള്ളം വെക്കണ്ട കേട്ടോ. അതെ അതെ. എന്നിട്ട് ഇതേ നമ്മൾ കപ്പയും ആ ഒരു ബീഫും കൂടെ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. പിന്നെ അതിനകത്തേക്ക് നമ്മൾ മല്ലിയിലയും മറ്റേ നമ്മളുടെ കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ കപ്പ ബിരിയാണി റെഡി. ഞങ്ങൾ ആദ്യം ഓർത്ത് ഇച്ചിരി വെള്ളം കൂടി പോകുന്നതാണ്. പക്ഷെ ഇല്ല, ഞങ്ങൾ ഇളക്കിയൊക്കെ വന്നപ്പോൾ സെറ്റായിട്ടോ. ഇച്ചിരി അടുപ്പിച്ച് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നുന്നു. സൂപ്പറായിട്ട് നമുക്കിത് വിളമ്പാല്ലേ. അങ്ങനെ നമ്മളുടെ കപ്പ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടോ. ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ വന്നേക്കുവാണ്. കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കാം. ഹായ്. അപ്പോൾ കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാൻ ചന്തമൊക്കെ ഉണ്ടല്ലേ. മണം അടിപൊളിയാ. ഇനി കുറച്ച് ഡെക്കറേഷൻ ആണ്. ഇനി കുറച്ച് എൻ്റെ അമ്മേ ഡെക്കറേഷൻസ്. ഇനി ഇതിനോടൊപ്പം ഒരു സ്പൂൺ പ്ലസ് നല്ല ഒരു സുലൈമാനി. നിങ്ങൾക്ക് കാണൂല, സുലൈമാനിയാണ് നമ്മൾ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. അത് ആശുപൂട്ടനുള്ളതുകൊണ്ട് ഞങ്ങൾ ആശുപൂട്ട് ജനിച്ച പിന്നെ ഞങ്ങൾ സ്റ്റീൽ ഗ്ലാസ് മേടിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. കപ്പ ബിരിയാണി വിത്ത് ഹോട്ട് സുലൈമാനി, ഗുഡ് കോമ്പിനേഷൻ. താങ്ക് യു. പിന്നെ ചൂടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഹോട്ടലുകളിൽ കഴിക്കുന്ന പോലെ ബീഫിന്റെ കപ്പയുടെ ടേസ്റ്റ് വന്നു.
ഉള്ളിപ്രാനല്ല, ഉള്ളിയല്ല പൊന്നിനും തരാലോ. എങ്ങനെയുണ്ട് അശോ? ഓ എൻ്റെ പൊന്നെ, എക്സ്പ്രഷൻ കിങ്. ആശയ്ക്കിപ്പോൾ ഒരു വഴക്കൊക്കെ കേട്ടിരിക്കുക. ആശയുടെ 4ാം പിറന്നാൾ കഴിഞ്ഞ പിന്നെ ആശുകുട്ടനെ ചെറിയ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ അപ്പം സങ്കടം വരും. പിണങ്ങല്ല, അവൻ ഭയങ്കര സങ്കടം. 4 വയസ്സായ പിള്ളേർക്കെല്ലാം എങ്ങനെയാണോ കൈൻഡ് ഓഫ് സെൻസിറ്റീവ്. അതെ. ഇപ്പം എന്തായാലും നമുക്ക് കപ്പ ബിരിയാണി തിരിച്ചു വരാം. അടിപൊളിയാണ് കേട്ടാ. ഓക്കെ ഓക്കെ. അങ്ങനെ ഈ വൈകുന്നേരം കപ്പ ബിരിയാണിയും കൊണ്ട് ഞങ്ങൾ ഡിന്നർ അങ്ങോട്ട് അടിപൊളി കപ്പ ബിരിയാണി വിത്ത് ചൂട് ചായ. അതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അടിപൊളിയാണല്ലേ? അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു മോന് തരാം. അപ്പം അങ്ങനെ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പെട്ടെന്ന് എടുത്ത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയ അടിപൊളിയാണ് കേട്ടോ. ടേസ്റ്റൊക്കെ സൂപ്പറാണ്. അപ്പോൾ ചെയ്ത് നോക്കിയ അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതി ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ബൈ ബൈ അല്ലേ, അടുത്ത വീഡിയോ.